വലിയ പ്രതിഷേധം പഴയ പാളയം മാർക്കറ്റിൽ നടക്കുമ്പോൾ ഇവിടെ ന്യൂ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ്. നമുക്ക് വേദിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മേയർ തദ്ദേശ വകുപ്പ് മന്ത്രി എം രാജേഷ് എന്നിവരെയൊക്കെ നമുക്ക് വേദിയിൽ കാണാൻ കഴിയും. അല്പ നിമിഷങ്ങൾക്കകം തന്നെ പുതിയ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി നിർവഹിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഉദ്ഘാടന ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോടിന്റെ വ്യാപാര സ്ഥിരാ കേന്ദ്രം ആയി പുതിയ പാളയം മാർക്കറ്റ് മാറാൻ പോകുന്നു എന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കാൻ വേണ്ടി എത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഇവിടെ കോഴിക്കോട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പണി കഴിപ്പിച്ച കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. ഇതൊരു ബൃഹത് പദ്ധതിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത PPP മാതൃകയിലാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത് എന്നാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് 100 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും ഈ പദ്ധതിയുമായി ബന്ധപ്പെടുന്നവർ മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിയുന്നവരും കേൾക്കുന്നവരുമെല്ലാം സന്തോഷിക്കാനിടയുള്ള ഒരു പദ്ധതിയാണിത്. ഇവിടെ വലിയ തോതിലുള്ള സൗകര്യം ഉയർന്നു വരുന്നു എന്നതാണ് നാം കാണേണ്ടത്. പക്ഷെ നമ്മുടെ പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ നടന്നാൽ അത് നല്ലതാണെന്ന് അംഗീകരിച്ചാൽ എന്തോ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ചിലർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നല്ല കാര്യത്തിന് ന്യൂ പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. നാടിനു നല്ലതാണ്, അത് അംഗീകരിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പുതിയ പാളയം മാർക്കറ്റിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്. വലിയ പ്രതിഷേധം അപ്പുറത്ത് നടക്കുന്നുണ്ട്.